ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് മുതിർന്ന CP നേതാവ് K ഇസ്മായിൽ രംഗത്ത് വന്നു. സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ധാർഷ്ട്യമെന്ന CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ ഉയർന്ന വിമർശനങ്ങളെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല, മന്ത്രിമാരും പുനഃപരിശോധന നടത്തണമെന്ന് K ഇസ്മായിൽ 24നോട് പറഞ്ഞു. ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധം, എതിർപ്പ്, അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളായിരുന്നു. ഇത്രത്തോളം ബാധിക്കുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് മന്ത്രിമാർക്ക് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഗവൺമെൻറ് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതൊക്കെ സർക്കാർ വിരുദ്ധ വികാരമായി വളരാനാണ് ഇടവരിക. നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, മന്ത്രിമാരെ കഴിഞ്ഞാൽ പിന്നെ 5 കൊല്ലം നമുക്ക് ആരോടും സമാധാനം പറയേണ്ട കാര്യമില്ല എന്ന ഒരു നിലയെടുത്താൽ അവരുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാകുന്നുള്ള കാര്യം പിന്നീട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യങ്ങൾ ബോധ്യമാകും. അതുകൊണ്ട് ഒരു പുനർചിന്തനത്തിന് വിധേയമാക്കണം. സ്വയം ഓരോരുത്തരും തിരുത്തേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കണം. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. നിഖിൽ പ്രമേഷ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടതുമുന്നണിയിൽ പലരുടെയും ശബ്ദമായി മാറുകയാണ്. പല കോട്ടറിലും ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് തന്നെ തീർച്ചയായിട്ടും നന്നായി സർക്കാരിൻ്റെ പ്രവർത്തികളെ വിമർശിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ ഗൗരവമായി ചർച്ച നടക്കണമെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു വയ്ക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോൾ K ഇസ്മായിൽ CPIയിൽ നിന്നും ശബ്ദം ഉയരുന്നു. CPIയുടെ പല ജില്ലാ കമ്മിറ്റികളും ജില്ലാ കൗൺസിൽ കൂടുമ്പോഴൊക്കെ തന്നെ ഇത്തരം വിമർശനങ്ങൾ ഉയരുന്ന കാലഘട്ടത്തിലാണ് K ഇസ്മായിൽ ഈ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പറയൂ. ഗുഡ് മോർണിംഗ്. സത്യത്തിൽ CPIക്കകത്തെ അല്ലെങ്കിൽ CPMനകത്തെ പലരുടെയും ശബ്ദമായി മാറുക തന്നെയാണ് K ഇസ്മായിലിന്റെ ശബ്ദം. ഇത് മാത്രമല്ല, ഒരു ഇടതുപക്ഷത്തോട് അനുഭാവമുള്ള ഒരുപാടധികം വോട്ടർമാരോട് കൂടി ശബ്ദമായി മാറുകയാണ് അദ്ദേഹത്തിൻ്റേത്. അത് തുറന്നു പറയാൻ അദ്ദേഹം യാതൊരു തരത്തിലുള്ള ആശങ്കയോ മടിയോ ഒന്നും തന്നെ കാണിച്ചതുമല്ല. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഈ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പാർട്ടിക്ക് കേരളത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, വലിയ മാറ്റം, നയമാറ്റം സംഭവിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ധാർഷ്ട്യം, ആളുകളോടുള്ള പെരുമാറ്റം, ഇതിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മാറ്റം വരേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ധാർഷ്ട്യം ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഈ യോഗത്തിലെ തീരുമാനം, ജില്ലാ കൗൺസിൽ തീരുമാനം അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. എളിമയുണ്ടാകണമെന്ന്, മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും എളിമയുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് എത്രത്തോളം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നുകൂടി പരിശോധിക്കണം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എല്ലാ കാലത്തും CPIക്കുള്ളിൽ നിന്ന് പാർട്ടിയെയും അതോടൊപ്പം തന്നെ ഈ മുന്നണി സംവിധാനത്തെയും വിമർശിക്കാൻ യാതൊരു തരത്തിലുള്ള മടിയും കാണിച്ചിട്ടില്ലാത്ത നേതാവാണ് K ഇസ്മായിൽ. അദ്ദേഹമാണ് ഇത്തരത്തിലൊരു ശക്തമായിട്ടുള്ള നിശ്ചിതമായ വിമർശനം 24ലൂടെ ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, പാർട്ടി കമ്മിറ്റികൾ വിശദമായി ഈ വിഷയങ്ങൾ പഠിക്കണം, അത് പഠന വിധേയമാക്കണം, തിരുത്തലുകൾ വരുത്തണം. തിരുത്തലുകൾ വരുത്തിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് BJP വളരാനാണ് അനുവദിക്കുക. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, മന്ത്രിമാരും പുനഃപരിശോധനയ്ക്ക് വിധേയമാകണം. അതിൽ CPI മന്ത്രിമാരടക്കമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിമാരടക്കം പൊതുവിൽ സ്വയവിമർശനത്തിന് തയ്യാറാകണം, തിരുത്തേണ്ടത് തിരുത്തണം. അല്ലെങ്കിൽ ജനം നമ്മളെ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ ജനം തിരസ്കരിച്ചത്, ആ അവസ്ഥ തുടർന്നുമുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും അപ്രതീക്ഷിത തോൽവിയാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ സപ്ലൈകോകളിൽ സാധനങ്ങളില്ലാത്തത്, ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങിയത്, ഇതൊക്കെ ആളുകളിൽ വലിയ നെഗറ്റീവ്, പ്രതികൂല വികാരം രൂപപ്പെടുത്തിയിട്ടുണ്ട്. വോട്ട് ആവശ്യപ്പെട്ട് തങ്ങൾ വീടുകളിലേക്ക് എത്തുമ്പോൾ തന്നെ അത് ഏതാണ്ട് ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ തരത്തിലുള്ളൊരു തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആളുകളിൽ ഒരു നെഗറ്റീവ് വികാരം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അത് ഈ അളവിലുണ്ട് എന്ന് അവർ കണക്കാക്കിയിരുന്നില്ല. എന്തായാലും അത് വ്യക്തമായിരിക്കുന്നു. അത് വ്യക്തമായ പശ്ചാത്തലത്തിൽ ഇനി ചെയ്യാൻ കഴിയുക അത് തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് തിരുത്തുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം ഉറച്ചു പറയുന്നുണ്ട്. അതല്ലാതെ ഈ തോൽവികളിൽ അഭിരമിച്ച് ആ തോൽവിയുടെ പ്രയാസത്തിൽ നിൽക്കുകയല്ല, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട തിരുത്തലുകൾ വരുത്താൻ മുന്നണി തയ്യാറാകുമെന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വിമർശനം SK സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്ക് അകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ ഒരു വികാരം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. SK. Okay, thank you, നിഖിൽ പ്രമേഷ്.